ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് സാങ്കേതിക തകരാറുണ്ടായതോടെ വിമാനം ആകാശത്ത് ചുറ്റിപ്പറന്നത് 4 മണിക്കൂറോളമാണ്. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ കർണാടകയിലെ ഹുബ്ബള്ളിയിലേക്ക് പുറപ്പെട്ട ഫ്ലൈ 91 എയർലൈൻസിന്റെ വിമാനത്തിലാണ് സംഭവമുണ്ടായത്. ഹുബ്ബള്ളിയിൽ വൈകിട്ട് 4:30-ക്കാണ് വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഹുബ്ബള്ളിയോട് അടുക്കവേ വിമാനത്തിന് പെട്ടെന്ന് ഒരു തകരാറുണ്ടായി. ഇതോടെ വിമാനം ലാൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പെട്ടെന്ന് പിന്മാറാൻ നിർബന്ധിതരായി. തുടർന്ന് 4 മണിക്കൂറോളം വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നു. ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളുടെ അവസാനം ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കൊടുവിൽ വൈകിട്ട് 7:30-യോടെ കൊബോഗോയുടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ട് സുരക്ഷിതമായി ഇറക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ പേടിച്ചരണ്ട നിലയിലായിരുന്നുവെന്നും പലരും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം യാത്രികരുടെ ബന്ധുക്കൾ ഫ്ലൈ 91-നെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. വിമാന കമ്പനി ശരിയായി ആശയവിനിമയം നടത്തിയില്ലെന്നും ശ്രദ്ധക്കുറവുണ്ടായെന്നും കൃത്യമായ വിവരങ്ങൾ കൈമാറിയില്ലെന്നും അവർ ആരോപിക്കുകയും ചെയ്തു. പലതവണ ലാൻഡിങ്ങിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് വിമാനം ബംഗളൂരുവിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനിച്ചത്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ പല യാത്രക്കാരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞു.